എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന പിങ്കിനെയാണ് കാണിക്കുന്നത്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗൗതം തന്റെ ഏരിയയിലേക്ക് ഐസ്ക്രീം ഒക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നേ. പക്ഷെങ്കിൽ ആ നന്ദ അവളെല്ലാം കുളമാക്കിയിരിക്കുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഗൗതത്തിന് മനസ്സ് കീഴടക്കണമെങ്കിൽ ഇനിയിപ്പോ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, തന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ്. അപ്പൊ അതിനെ വെച്ച് വേണം ഗൗതത്തിനെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. നന്ദ നേരെ ചെന്നിട്ട് ഗൗതത്തിനെ ഫോൺ ചെയ്യണം. ഗൗതം ചോദിച്ചു, അല്ല പിങ്കിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തോന്ന് ചോദിക്കും. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തോന്നോ? എനിക്കറിയായിരുന്നു അവളുടെ മനസ്സിലെ ആഗ്രഹം എന്താന്ന്. അവള് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോസാറിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവൾക്കൊട്ടൊരു പണി തന്നെ കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എന്റെ കുഞ്ഞ് എന്താണെങ്കിലും അങ്ങനെ ആഗ്രഹങ്ങളൊന്നും പറയത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇതെല്ലാം അവളുടെ ഒരു നാടകം ഗോസാർ. അവളുടെ നാടകത്തിനൊപ്പം നമ്മൾ അങ്ങനെ നിന്ന് തുള്ളി കൊടുക്കണ്ടേന്ന് ചോദിക്കും. അവൾക്കിട്ട് നല്ല പണി തന്നെ കൊടുത്തിരിക്കുന്നു പറയണം. അവൾക്ക് എല്ലാ ഫ്ലേവറും ഞാനും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവളും കൂടെ കഴിക്കട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുള്ളൂ. അവൾ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നിട്ട്. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അങ്ങനെയൊന്നും അവള് തിന്നാൻ പോകുന്നില്ലെന്ന് നന്ദേ, നിനക്കറിയത്തില്ല എന്നിട്ട് അവളെ. അവളിതൊക്കെ വെറുതെ ഒരു നമ്പർ ഇട്ട് നോക്കുന്നല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, ഓഹോ, അപ്പം അവളുടെ ഉദ്ദേശം വേറെ, ഞാൻ ഉദ്ദേശിച്ചവളെ തന്നെയാന്ന് പറയണേ. ഗൗതം പറഞ്ഞു, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട, അറിയാലോ അവളുടെ സ്വഭാവം എന്താന്ന്. പിന്നീട് ഗൗതം പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഈ സമയം നന്ദ മനസ്സ് വിചാരിച്ചു, കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം, പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ സഹിച്ചേ പറ്റുള്ളൂ. അവളെ എന്തെങ്കിലും കോപ്രായങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ പോലും അവളെ ഇല്ലാതാക്കാൻ മടിക്കത്തില്ല. കാരണം അവളുടെ സ്വഭാവം തനിക്ക് നന്നായിട്ട് അറിയാവുന്ന. എത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് അർജുനെ സ്നേഹിച്ചു പോലില്ല. പക്ഷെങ്കിൽ അർജുനുമായിട്ട് ഒന്നു ചേർന്നതിന് ശേഷം ഒരു നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടി. അവൾ സന്തോഷത്തിലാന്ന് കരുതിയ സമയത്താണ് അർജുന്റെ വിയോഗം. പക്ഷെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അവൾ അർജുനെ പാടെ മറന്ന ഒരു മട്ടാണ്. അവള് മനസ്സിൽ വേറെ എന്തൊക്കെയാണ്. അവൾ വേറെ ഏതോ ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തനിക്കിട്ടുള്ള തിരിച്ചടിയായിട്ടായിരിക്കും അവള് കരുതുന്നത്. പക്ഷെ ഒരിക്കലുമില്ല. അവളെ നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനും ഈ നന്ദയ്ക്ക് കഴിയും. നന്ദയുടെ അടുത്ത് അവളുടെ അഭ്യാസമൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ വിചാരിച്ച് നന്ദ ഇരിക്കുകയാണ്. അപ്പത്തന്നെ ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്തിനെങ്കിലും ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട ഒരു കാര്യമില്ല, നീ പോയിക്കോളാൻ പറയണം. വേണ്ട ലക്ഷ്മിയമ്മേ, അറിയാലോ എന്റെ വയറ്റൊരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയണം. അതിന് പിങ്കിമോളുടെ വയറ്റല്ലേ, അതൊന്നും കുഴപ്പമില്ല. പിങ്കിമോളുടെ വയറ്റിലാണെങ്കിലും എന്റെ വയറ്റിലാണെങ്കിലും എന്റെ കുഞ്ഞു തന്നെയല്ലേ. അതുകൊണ്ട് എനിക്ക് അവനെ നോക്കണ്ടേ. അവന് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, അവന് സങ്കടമാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് മോനെ നിന്ന് വിളിക്കണം, എന്നാലും അവനൊരു സമാധാനം വരുവോളെന്ന് പറയാം. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, അതിനെ വിളി കേൾക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അവനെന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം ലക്ഷ്മിയമ്മേ. പക്ഷെങ്കിൽ അവൻ വയറ്റില് കുരുത്ത് കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ശബ്ദം കേൾക്കുന്നതല്ലേ, അവൻ പുറത്തു കഴിഞ്ഞപ്പോ അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അമ്മ കണ്ടോളാൻ പറയണ. കിടക്കുന്ന അവളുടെ വയറ്റിലാണെങ്കിലും പക്ഷേങ്കിൽ എന്റെ കുഞ്ഞല്ലേ, എന്റെ ഓരോ സ്പന്ദനങ്ങളും അവൻ അറിയുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട ലക്ഷ്മി ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് അരുന്ധതിയും മഹേഷിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മഹേഷിനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല എടുത്തി ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്ന. എന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തല്ലേ ദൈവമായിട്ട് പിങ്കിമോളെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പിങ്കോളെ രണ്ടാമത് ഇങ്ങോട്ട് വന്ന് കയറില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്താനും ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തകർന്നു പോകില്ലായിരുന്നു ചോദിക്കണം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ഒരുപക്ഷെ പിങ്കി വന്നില്ലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്നേനെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, വേറെ ആരെങ്കിലും വന്നുകൊണ്ടായോ ലക്ഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്ന ഒരാൾ വേണ്ടേ. അത് പിങ്കി ആണെങ്കിൽ എന്തുകൊണ്ടും നല്ലത്. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇനി പറയുകയും ചെയ്യാലോ, ഒരു കുഴപ്പമില്ലോ എന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പൊ കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട്, നന്ദയുടെ കുഞ്ഞല്ലേ, നന്ദയുടെ ഗൗതത്തിന്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഒരു പുതിയൊരു അവതാരം കൂടെ ഇങ്ങോട്ട് എത്തുന്നത്. അവരെ കണ്ടതും ആർക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അവര് വലിയ ആളും കളിച്ച് ഒരു ബാഗൊക്കെ തൂക്കി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, അല്ല എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും മഹേശൻ ഒരു നിമിഷം ഒന്ന് നോക്കി, ബാ കയറി വരാൻ പറയണം. അങ്ങനെ അവരകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇത് മഹേശൻ അല്ലേന്ന് ചോദിക്കും. അതെ, ഇത് അരുന്ധതി അടുത്തി, പിന്നെ ഇത് ലക്ഷ്മി അടുത്തി. എല്ലാവരുടെയും പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഒരു നിമിഷം എല്ലാവരും അമ്പരപ്പുണ്ടായി. അല്ല നിങ്ങൾ ആരാ, നിങ്ങളൊന്നും പറഞ്ഞില്ലോ എന്ന് മഹേശ്വരൻ പറയണം. എന്റെ പേര് ഗിരിജ,
എന്നെ മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ല മനസ്സിലായില്ല. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോയെന്ന് ചോദിക്കും. ഏയ് ഇല്ല, അത്രയ്ക്കും കൂടെ ഓർക്കുന്നില്ലെന്ന് അരുന്ധതി പറയണം. അതെ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ്റെയും പിങ്കിയുടെയും കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പറയും. ഓ, മനസ്സിലായി മനസ്സിലായി, ഗിരിജ. ആ, പിങ്കി മോളുടെ കോയമ്പത്തൂരുള്ള. ഓ, ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇപ്പോഴായി കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അല്ലേ, എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട്? അത് പിന്നെ പിങ്കി മോള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. പിങ്കി മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിങ്കി മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരായെ നിർത്തുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും ബെറ്റർ ഞാനാന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ മുമ്പ് പ്രസവിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എനിക്കറിയാം ഒരു ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സ്ത്രീയെ എങ്ങനെ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഇതോടെ ലക്ഷ്മി പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ, ഞങ്ങളെല്ലാരും അവളെ പൊന്നുപോലെ നോക്കണമെന്ന് പറയും. എന്നും പറഞ്ഞുകൊണ്ടായില്ലല്ലോ, ഇനി കുറച്ച് ദിവസത്തേന് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. പിങ്കിമോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ, അതിനാരെങ്കിലും വേണ്ടെന്ന് ചോദിക്കണം. അല്ല, എന്തേ പിങ്കിമോൾ എന്തേ കണ്ടില്ലോ എന്ന് പറയണം. അവൾ അകത്തുണ്ടെന്ന് പറയണം. എന്നാ ശരി, ഞാൻ അവളെ ഒന്ന് കണ്ടു വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ അകത്തേക്ക് പോവാ. ആ സമയം അരുന്ധതി പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, പിങ്കിമോൾ എന്നിട്ട് ഇവര് വരുന്ന കാര്യം നമ്മളോട് പറഞ്ഞില്ലോ എന്ന് പറയണം. ഒരു പക്ഷേങ്കില് അവള് മറന്നു പോയിട്ടുണ്ടായിരിക്കും ഏട്ടത്തി. ഇനിയിപ്പോ കുഴപ്പമില്ല, നന്ദയ്ക്കാണെങ്കിൽ ഇനിയിപ്പോ ജോലിക്ക് പോലോ. ഗിരിജ വന്നിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്, അതുകൊണ്ട് പകുതി സമാധാനം എന്ന് പറയണം. ഈ സമയം ഗിരിജ മുകളിലേക്ക് സ്റ്റെയർ കയറി പോകുന്ന സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നുണ്ടേ. നന്ദനെ കണ്ടിച്ചു. ഓ, നന്ദയല്ലേന്ന് ചോദിക്കട്ടെ. ഇത് ഏട്ടൻ നന്ദ പറഞ്ഞു, അതെ നിങ്ങളാരാ? എന്റെ പേര് അവിടെ ഇരിക്കട്ടെ. അല്ല, നന്ദയ്ക്ക് സുഖമാണല്ലോ അല്ലേന്ന് ചോദിക്കണം. അതെ എനിക്ക് സുഖമാന്ന് പറയണം. അതെ, ഈ പിങ്കിയുടെ മുറി എവിടെയാന്ന് ചോദിക്കണം. പിങ്കിയുടെ മുറി കാണിച്ചു കൊടുക്കണം. അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾ ഇങ്ങനെ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കും. അതെ, ഞാൻ പിങ്കി മോളെ നോക്കാൻ വേണ്ടി വന്നെന്ന് പറയും. പിങ്കിനെ നോക്കാനോ? അവൾക്ക് അതിനിപ്പോ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടോലും നീയാണോ നന്ദ തീരുമാനിക്കുന്നേ? ഞാനല്ലേ തീരുമാനിക്കണ്ടേ? അവളെ ഇനി നോക്കണ്ട, അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഞാനാന്ന് പറയണ. നന്ദ പറഞ്ഞു, അതിന് ഞാൻ ഇവിടെ ഉണ്ട്. ആരും പ്രത്യേകിച്ച് പിങ്കിയുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല, കാരണം എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റ് വളരുന്നതെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ. അതെ, അവളെ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അറിയാലോ, 3 പ്രസവിച്ചാ ഞാന്. പ്രസവിക്കാൻ കഴിവില്ലാത്ത നീ എങ്ങനെയാടി ഒരു ഗർഭിണിയായിട്ട് അമ്മയുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അറിയുന്നേ? അതുകൊണ്ട് നീ നോക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയണം. ഇത് കേട്ടതും മുഖത്തൊരു അടി ഏറ്റവുമല്ലേ ഇപ്പൊ നന്ദയ്ക്ക്. തനിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലെന്ന് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു കഴിയുമ്പം ആർക്കാണേലും സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അതേ ഫീലിങ്സ് ആണ് നന്ദയിലും ഉണ്ടായത്. പിന്നീട് നന്ദ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ എല്ലാവരും കൂടി ഇരിക്കുന്ന കണ്ടു. ലക്ഷ്മിയമ്മ നന്ദയുടെ മുഖം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ടെന്ന്. ലക്ഷ്മിയമ്മ വെച്ച്, എന്താ മോളെ, എന്താ കാര്യം നിൽക്കുക? ഒന്നുമില്ല, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയണം. അല്ലമ്മേ, ഇപ്പൊ ഇവിടുന്ന് കയറിപ്പോയത് ആരാന്ന് ചോദിക്കും. അതോ, അത് പിങ്കിയുടെ ഒരു ആന്റിയാന്ന് പറയണോ? ഹോ, അല്ല അവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? പിങ്കി മോളെ നോക്കാനാന്നൊക്കെ പറയുന്നു. അതിന് നോക്കാൻ എന്തിനാ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്ന് ചോദിക്കണം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, അല്ല നന്ദേ, നിനക്കിനിയിപ്പോൾ നിനക്ക് പോകണ്ടേ, ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടേ? ആ സമയത്ത് പിന്നെ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഞങ്ങൾക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകണമല്ലോ. ആ സമയത്ത് ഒരാൾ വീട്ടിലുള്ള നല്ലതെന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് അത്ര അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. നന്ദ ഉള്ള കാര്യം വെട്ടിത്തുറന്ന് അങ്ങോട്ട് പറയണം. ആ സമയം ഗിരിജ പിങ്കിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. പിങ്കി ആദ്യം ഒരു അമ്പരപ്പോട് കൂട്ടിയിട്ട് നോക്കുവാണ് ഗിരിജനെ. പിന്നീട് ഗിരിജനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലും ആദ്യം എന്താ ഒരു മുന്നറിയിപ്പും കൂടെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്റെ മോൾക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അല്ല ആന്റി, അത് പിന്നെ മോളെ എന്നോട് വിളിച്ചു പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ പറഞ്ഞ് അറിഞ്ഞെന്ന് പറയാണ്. മോളുടെ മമ്മി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയത്. അല്ല ആന്റി, അത് പിന്നെ ഞാൻ ആരോടും അങ്ങനെ, എനിക്ക് മനസ്സിലായി മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. മോൾ ഒത്തിരി ആഗ്രഹിച്ച ഗേൾത്തിനല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പിങ്കി ഒന്നും മിണ്ടിയില്ല. പിങ്കി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളിലെ ആന്റി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണമെന്ന് ചോദിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അർജുൻ മരിച്ചുപോയി, ഇനി നിനക്കൊരു ജീവിതമല്ലേ മോളേന്ന് ചോദിക്കണം. എനിക്കൊരു ജീവിതം ഇല്ല ആന്റി, ആന്റിക്ക് അറിയാലോ എൻ്റെ അവസ്ഥകളൊക്കെ. അമ്മ എന്താളും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതെ അതെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാ ആന്റി മോളേനെ നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കെന്ന് പറയണം. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞേ? മോളുടെ ആഗ്രഹമല്ലായിരുന്നു ഗോത്തിനെ സ്വന്തമാക്കണം എന്നുള്ളത്. അപ്പം മോളുടെ ആഗ്രഹം നടക്കണ്ടേ? മോൾക്ക് എന്താളും ഗോത്തിനെ കിട്ടും. ഗോത്തിനെ കുഞ്ഞിനെ പ്രസവിക്കുന്നതോട് കൂട്ട് നീയും ഗൗതം കൂടെ ആയിരിക്കും ഒന്നിക്കാനായിട്ട് പോകുന്നത്. അധികം വൈകാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാണ്. ഈ ഗിരിജ ഉള്ളിടത്തോളം കഴിഞ്ഞ് ഇനി ഒന്നും പേടിക്കണ്ട, എന്തിനും ഏതിനും കട്ട സപ്പോർട്ടായിട്ട് ഈ ഗിരിജ കൂടെ ഉണ്ടാകുന്ന പറയാം. ഇത് കേട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പിങ്കി നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പം ഇതിന് ശേഷം ഇനി ഇപ്പം ബാലിൻ്റെയും ഗോമതിയുടെയും ബാക്കി എല്ലാവരുടെയും വിശേഷമൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.